ഒരിക്കലെങ്കിലും തലകറക്കം എന്ന അവസ്ഥ അനുഭവിക്കാത്തവരില്ല. യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രം തലകറക്കത്തെ ഒരു രോഗമായല്ല കാണുന്നത്. പല രോഗങ്ങളുടെയും മുന്നോടിയായുള്ള ലക്ഷണം മാത്രമാണ് തലകറക്കം. സർവ്വസാധാരണമായ ജലദോഷം മുതൽ ബ്രെയിൻ ട്യൂമർ വരെയുള്ള രോഗങ്ങളുടെ ലക്ഷണമായി തലകറക്കം പ്രത്യക്ഷപ്പെടുന്നു. തലകറക്കം എന്ന രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സ തേടേണ്ടതാണ്. തലകറക്കവും ഹോമിയോ ചികിത്സയുമാണ് മൈ ഡോക്ടറിന്റെ ഇന്നത്തെ വിഷയം. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. തലകറക്കവും ഹോമിയോ ചികിത്സയുമാണ് മൈ ഡോക്ടറിന്റെ ഇന്നത്തെ വിഷയം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹോമിയോപ്പതിക് ഡിസ്പെൻസറിയിലെ ഡോക്ടർ നസ്രുള്ള അതിഥിയായി എത്തിയിട്ടുണ്ട്. ഡോക്ടർ സ്വാഗതം. തലകറക്കം ഒരു രോഗമല്ല, രോഗലക്ഷണമാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ ഹോമിയോപ്പതി എങ്ങനെയാണ് തലകറക്കത്തെ വിശദീകരിക്കുന്നത്? തലകറക്കം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കൊരു രോഗമായിട്ട് കാണാൻ പറ്റില്ല. വിവിധ രോഗങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടും. അത് വളരെ സീരിയസ് ആയിട്ടും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ തലകറക്കം വരാം. ഉദാഹരണത്തിന് ജലദോഷം കുറേ ദിവസം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ സൈനസൈറ്റിസ് ഡെവലപ്പ് ചെയ്ത് കുറേ ദിവസം ജലദോഷം മാറാതെ നിന്ന അവസ്ഥയിലും തലകറക്കം വരാം. എന്നാൽ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഗൗരവത്തോടെ കാണേണ്ട ബ്രെയിൻ ട്യൂമറിന് വരെ തലകറക്കം ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലക്ഷണങ്ങളും അനുസരിച്ചാണ് രോഗത്തെ തരംതിരിക്കുന്നതും അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻ നടത്തി ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നതും. ഏതെല്ലാം രോഗങ്ങളുടെ ലക്ഷണമായിട്ടാണ് സാധാരണ തലകറക്കം പ്രത്യക്ഷപ്പെടാറുള്ളത്? തലകറക്കത്തെ നമുക്ക് ആദ്യമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ഓബ്ജക്റ്റീവ് വെർട്ടിഗോ, അതായത് ഒരു വസ്തു കടന്ന് അയാളുടെ വിഷനിലുള്ള അയാൾ കാണുന്ന വസ്തുക്കൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന തലകറക്കത്തിന് ഓബ്ജക്റ്റീവ് വെർട്ടിഗോ എന്ന് പറയും. മറ്റൊന്ന് സബ്ജക്റ്റീവ് വെർട്ടിഗോ, ഈ പേഷ്യന്റ് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി അയാൾക്ക് ഫീൽ ചെയ്യും. സ്വയം കറങ്ങും, പേഷ്യന്റ് കറങ്ങും, വസ്തുക്കൾ അവിടെ തന്നെ ചലിക്കാതെ നിൽക്കുന്നതായിട്ട് തോന്നും. അതിന് സബ്ജക്റ്റീവ് വെർട്ടിഗോ എന്ന് പറയും. വേറൊരു ടൈപ്പ് സ്യൂഡോ വെർട്ടിഗോ. സ്യൂഡോ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റും സബ്ജക്റ്റും കറങ്ങുന്നില്ല, മറിച്ച് ഈ പേഷ്യന്റിന്റെ തലയുടെ ഉൾഭാഗത്ത് മറ്റെന്തോ ഇങ്ങനെ ചലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിനെ സ്യൂഡോ വെർട്ടിഗോ എന്ന് പറയും. ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത് ഏത് തരം തലകറക്കമാണ്? ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമുക്ക് അപകടകരമായ തലകറക്കം, അപകടമില്ലാത്ത തലകറക്കം എന്ന് പറയാൻ പറ്റില്ല. അവിടെ തരംതിരിക്കുന്നത് ഒന്ന് സെൻട്രൽ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരു ടൈപ്പും മറ്റൊന്ന് പെരിഫറൽ എന്ന് പറയുന്ന വെർട്ടിഗോ. ഈ സെൻട്രൽ വെർട്ടിഗോ എന്ന് പറയുന്നത് ബ്രെയിനോട് ബന്ധപ്പെട്ട് ബ്രെയിൻ സ്റ്റെമ്മ്, സെറിബെല്ലം, ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കാരണം കൊണ്ടുണ്ടാകുന്ന തലകറക്കം വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. ഉദാഹരണത്തിന് ഒരു പേഷ്യന്റിന് തലയിൽ സ്ട്രോക്ക് ഉണ്ടായാൽ അയാൾക്ക് തലകറക്കം വരാം. വേറെ ഒരു കാരണം തലയിൽ ഹെമറേജ് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ തലകറക്കം വരും. ഒരു ട്രാഫിക് ആക്സിഡന്റിൽ തലക്ക് ട്രോമ സംഭവിച്ചു കഴിഞ്ഞാൽ തലകറക്കം ഉണ്ടാകും. ബ്രെയിനിലെ ട്യൂമർ, സെറിബെല്ലോ പോണ്ടൈൻ എന്ന് പറയുന്ന CP ആംഗിൾ, ബ്രെയിനിലെ ഹിയറിങ്ങിന്റെ പ്രധാനപ്പെട്ട ഭാഗം, ആ ഭാഗത്തുണ്ടാവുന്ന ചെറിയ കടുകുമണിയുടെ അത്രമുള്ള ട്യൂമർ പോലും ശക്തമായ തലകറക്കം ഉണ്ടാക്കും. അതിനെ അക്യൂസ്റ്റിക് ന്യൂറോമ എന്ന് മെഡിക്കൽ ടൈമിൽ പറയും. ഇത് ഗൗരവത്തോടെ കാണേണ്ടതും. എന്നാൽ മറ്റു ചില കാരണങ്ങൾ, ഒന്ന് ചെവിടിന്റെ ഉള്ളിലെ, ചെവിയുടെ ഉള്ളിൽ കാണുന്ന ഇന്നർ ഇയറിൽ ഉണ്ടാകുന്ന വെസ്റ്റിബുലാർ ഏരിയയിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റ് കൊണ്ട്, വെസ്റ്റിബുലാർ നെർവാണ് ബ്രെയിനിലേക്ക് സ്റ്റിമുലേഷൻ കൊടുക്കുന്നത്. അവിടെ കോക്ലിയ, ലാബ്രന്ത്, സെമി സർക്കുലർ കനാൽ എന്നീ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഈ വെസ്റ്റിബുലാർ ഏരിയയിലോ അല്ലെങ്കിൽ സെമി സർക്കുലർ കനാലിലോ ലാബ്രന്തിലോ ഉണ്ടാകുന്ന, ലാബ്രന്തില് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ലാബ്രന്തിയൽ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട്, കുറവ് കൊണ്ടും കൂടുതൽ കൊണ്ടും ശക്തമായ തലകറക്കം രോഗിക്ക് അനുഭവപ്പെടും. ഇന്ന് ഏറ്റവും കൂടുതൽ തലകറക്കം വരുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടാണ്. ഏകദേശം 20% മുതൽ 30% വരെ ആളുകൾക്ക് തലകറക്കം ഉള്ളതായി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 50% മീതെയും അതിനെ BPPV എന്ന് പറയും. ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. ബിനൈൻ മീൻസ് നിരുപദ്രവമായത്. പരോക്സിസ്മൽ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ഉണ്ടാകുന്നതിന് പരോക്സിസ്മൽ എന്ന് പറയുന്നത്. പൊസിഷണൽ വെർട്ടിഗോ, ചില പ്രത്യേക പൊസിഷനിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് തലകറക്കം തോന്നുന്നതുകൊണ്ട് അതിന് പൊസിഷണൽ എന്ന് പറയും. വെർട്ടിഗോ മീൻസ് തലകറക്കം. BPPV, ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, മൈ ഡോക്ടറാണ്. ഇത് ആരാണ്? ഞാൻ ഫസൽ എന്ന് പറയും. ഡോക്ടറോട് സംസാരിച്ചു.
ചോദിച്ചോളൂ ഫസലെ. നമസ്കാരം. നമസ്കാരം. ഞാൻ എനിക്കൊരു സംശയം ഡോക്ടർ. പറഞ്ഞോളൂ. എനിക്ക് ചെറുപ്പത്തില് തലകറക്കം ഉണ്ടായിരുന്നേ. അപ്പൊ മരുന്നൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു, അതിന് കുറവുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ശരീരം നന്നായിട്ടും വെട്ടി വേർക്കും. എനിക്ക് തലകറക്കം വരുമ്പോ വേർക്കുന്നുണ്ട്. അതെ, നന്നായിട്ട് വേർക്കുന്നു. അത് ശരിക്കും തളർന്നു വീഴുന്ന രീതിയിലാവുന്നു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വരെ ഞാൻ കിടക്കും. അന്നേരം ഈ മൊത്തം നമ്മളെ ചുറ്റിനും കിടന്നുകൊണ്ട് കറങ്ങും പോലെ തോന്നുന്നു. ആകെ ക്ഷീണം. പിന്നെ എഴുന്നേറ്റ് കറങ്ങി കിടക്കുമ്പോൾ ഞാനും എഴുന്നേറ്റ് സ്വത്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പഴേ ഛർദ്ദിക്കാൻ പറ്റും. ഞാൻ ഛർദ്ദിക്കും. ഞാൻ പല ഡോക്ടർമാരെയും കണ്ടു, അതിന് മരുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു ന്യൂറോളജിസ്റ്റിനെ ഒക്കെ കണ്ടായിരുന്നേ. ഫസലിന് എത്ര പ്രായമുണ്ട്? എനിക്ക് 32 വയസ്സ്. പ്രഷറോ അല്ലെങ്കിൽ ഷുഗറോ അങ്ങനെ വല്ലതും? അങ്ങനെയുള്ള ഒന്നുമില്ല. പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ചെവിടിന് മൂളലോ അടവോ തോന്നാറുണ്ടോ? ചെവിക്ക് ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇതിന് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? രോഗം എന്തെങ്കിലും കണ്ടെത്തിയതായിട്ട് പറഞ്ഞോ? പല ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ അവസാനമായിട്ടൊരു ഡോക്ടറെ കണ്ടപ്പം എന്നോട് പറഞ്ഞു ഒരു ന്യൂറോളജിസ്റ്റിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ മറ്റ് ഫൈൻഡ് ഔട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ പോലെ പൊസിഷണൽ വെർട്ടിഗോ ആവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിനിൽ CT സ്കാനോ അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്ത് ബ്രെയിനിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്, നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. പിന്നെ വരുന്നത് ഈ പൊസിഷണൽ വെർട്ടിഗോ ആണ്. ചില പ്രത്യേക പൊസിഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് തലകറക്കം അനുഭവപ്പെടും. ഇത് കുറേ നാൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഇത് തനിയെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പരിപൂർണ വിശ്രമം എടുക്കുക. പിന്നെ ചിലവർക്ക് ഇത് പ്രൊവോക്കേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് സ്വീറ്റ്സ് അധികം കഴിക്കാം, ഉപ്പ് അധികം കഴിക്കൽ, അതേപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റുകൾ അധികം കഴിക്കൽ. ഇതെല്ലാം പ്രോട്ടീൻ കൂടുതലായി കഴിക്കുന്നവർക്ക് ചില തലകറക്കം ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലാണെങ്കിൽ ഫസ്റ്റിലും അത് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ എന്തായാലും ഉപ്പ് കൂടുതൽ കഴിച്ചിട്ടാണെങ്കിലും അതല്ലെങ്കിൽ പോലും ഇങ്ങനെ തലകറക്കമുള്ളൊരു ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറക്കണം. ഒരു ദിവസം ഒരാൾക്ക് 2 ഗ്രാം താഴെ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ മലയാളികൾ ഏകദേശം 8 ഗ്രാം മുതൽ 12 ഗ്രാം വരെ ഉപ്പ് കഴിക്കുന്നതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക. നിർജ്ജലീകരണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജലത്തിൻ്റെ നമ്മുടെ ശരീരത്തിലെ ആവശ്യം കുറഞ്ഞ രീതിയിലായി പോയിക്കഴിഞ്ഞാലും നമുക്ക് തലകറക്കം വരും. അപ്പോൾ വെള്ളം കൂടുതൽ കുടിക്കാനും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, അടുത്ത കോൾ ഉണ്ട്. ഹലോ. ചോദിച്ചോളൂ. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ ഡോക്ടർ. പറയൂ. ചോദിച്ചോളൂ. ആ കോളിൽ എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു. ഡോക്ടർ പറഞ്ഞു പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് തലകറക്കം പ്രത്യക്ഷപ്പെടാറുണ്ട് എന്ന്. ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അല്ലെങ്കിൽ തലകറക്കം ഓരോ വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് മാറുന്ന സമയത്ത് അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാറുണ്ടോ? ഒന്നും നമുക്ക് തലകറക്കം ഏത് ഭാഗത്തിനെയാണ് രോഗിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് വ്യത്യാസം വരും. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സെൻട്രൽ വെർട്ടിഗോണ് ഏറ്റവും അപകടകരമായത്. ബ്രെയിനിനെ ബാധിച്ചു വരുന്ന തലകറക്കം. അപ്പോൾ ബ്രെയിനിൽ ബാധിച്ചു വരുമ്പോൾ പേഷ്യന്റ് തല ഇറങ്ങി വീഴുന്നത് മാത്രമല്ല, അയാളുടെ സംസാരത്തിൽ വ്യക്തത ഇല്ലാതെ വരും. കുഴഞ്ഞ് സംസാരിക്കുക എന്ന് പറയും. അപ്പൊ കുഴഞ്ഞ രീതിയിൽ സംസാരിക്കാനുണ്ടെങ്കിൽ ബ്രെയിനിലെ ഇൻവോൾവ്മെന്റ് സംശയിക്കാവുന്നതാണ്. അതേപോലെ ഈ മറ്റ് കാരണങ്ങൾ ഉണ്ടാവുന്ന തലകറക്കത്തിന് അബോധാവസ്ഥയിലേക്ക് പോകുന്നത് വളരെ ചുരുക്കമാണ്. ഈ അബോധാവസ്ഥയിലേക്ക് പോവാം. പിന്നെ അതേപോലെ അയാളെ എണീപ്പിച്ച് നിർത്താൻ ശ്രമിക്കുമ്പോൾ എഴുന്നേപ്പിച്ച് നിർത്തുമ്പോൾ അയാളുടെ കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടാം, അല്ലെങ്കിൽ കൈകാലുകൾ അയാൾ വിചാരിച്ച പോലെ നീക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലും ഈ ബ്രെയിൻ ഇൻവോൾവ്മെന്റ് സംശയിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കേസുകൾ CT സ്കാനോ MRI സ്കാൻ ചെയ്ത് നമ്മൾ ഇൻഫ്രാക്ഷൻ അല്ലെങ്കിൽ ബ്രെയിനിൽ ക്ലോട്ട് ഉണ്ടായിട്ടില്ല, ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല, മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഏത് തലകറക്കത്തിനും ശക്തമായ രീതിയിൽ തലകറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഛർദ്ദിക്കും. അത് കോമൺ സിംറ്റമാണ്. അതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല. തലകറക്കത്തിന്റെ സിവിയറിറ്റി കൂടിയ ഏത് പേഷ്യന്റും എന്ത് കാരണം കൊണ്ടുള്ളതാണെങ്കിലും അയാൾ ഒമിറ്റ് ചെയ്യും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. മൈ ഡോക്ടർ ആണ്. ഇത് ആരാണ്? ഇത് വയനാട്ടിൽ നിന്നാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. സർ. പറഞ്ഞോളൂ.
ഹോമിയോപ്പതി എനിക്ക് കൊളസ്ട്രോള് പിന്നെ BP ഷുഗർ 3 അസുഖമുണ്ട്. ഇപ്പം BPയും കൊളസ്ട്രോളും കൺട്രോൾഡ് ആണ്. പക്ഷെ ഷുഗർ ഇപ്പം ഒരു 300 അങ്ങനെ സംതിങ് ഉണ്ട്. ഒരു വയസ്സ് ഇപ്പൊ ഒരു 42 വയസ്സായി. 42 വയസ്സായിട്ടുള്ളൂ. 2 പിള്ളേരുണ്ട്. അപ്പൊ പിന്നെ ഞാനിപ്പോ ഹോമിയോപ്പതിയാണ് ഇപ്പൊ ചെയ്യുന്നത്. മാനന്തവാടിയുള്ള ഒരു ഡോക്ടർ നടരാജ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത്. അപ്പൊ അത് എങ്ങനെയത് വിജയിക്കുമോ? എനിക്ക് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ തലകറക്കമുണ്ടോ? തലകറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, നമ്മളുടെ ഇന്നത്തെ വിഷയം തലകറക്കത്തിനെ സംബന്ധിച്ചാണ്. അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെ ബന്ധപ്പെട്ട് ഇപ്പൊ ചോദിച്ച നിലക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്. ഇത് മൂന്നും കൂടെ കൂടി അല്ല, കൊളസ്ട്രോളും BPയും പിന്നെ കൺട്രോൾഡ് ആണ്. ഇത് മൂന്നും ഉള്ള പേഷ്യന്റ് ആണല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് അതിരോസ്ക്ലീറോസിസ്, അതായത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈയിൽ കുറവ് വരികയും അത് മുഖേന തലകറക്കം ഉണ്ടാകും. തലകറക്കം നിങ്ങൾക്ക് ഉണ്ടായിട്ടല്ല, ഇന്നത്തെ വിഷയം അതായതുകൊണ്ട് ഇതിനോട് ബന്ധപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നു എന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്ക് തലകറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഹൈപ്പോക്സിയ എന്ന് പറയും. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു വരുമ്പോൾ അയാൾക്ക് ഒരു തലകറക്കം അനുഭവപ്പെടാം. ഇത് നിങ്ങൾ ചോദിച്ചത് കൊളസ്ട്രോളിനൊക്കെ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്നത് തീർച്ചയായിട്ടും മാനന്തവാടിയിലുള്ള ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാം. 300 ചില്ലാൻ ഷുഗർ ഒരു കാരണവശാലും വരാൻ പാടില്ല. അത് ഏത് മരുന്ന് കഴിച്ചിട്ടാണെങ്കിലും ആ രീതിയിൽ ഷുഗർ വരുന്നത് അപകടകരമായ അവസ്ഥ ഉണ്ടാക്കും. കിഡ്നിയെയും ഹാർട്ടിനെയും ഒക്കെ ബാധിക്കും. അത് തീർച്ചയായിട്ടും ബ്രെയിനിനെ എല്ലാം ബാധിക്കും. ഒരു കാരണവശാലും 200-ൽ കൂടുതൽ ബ്ലഡ് ഷുഗർ വരാൻ പാടില്ല ഒരു ടൈമിലും. അങ്ങനെ വരുന്നത് കിഡ്നിക്കും ബ്രെയിനിനും ഡാമേജ് ഉണ്ടാക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. വയസ്സ് 42 ആയിട്ടുള്ളൂ. ഇനിയും ധാരാളം സമയം ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗറും പ്രഷറും കൺട്രോൾ ചെയ്യണം. ഇപ്പോഴത്തെ മാനേജ്മെന്റ് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എന്റെ പേര് ദിനേശ് ആണ്, ദുബായിൽ നിന്നാണ് വിളിച്ചത്. ചോദിച്ചോളൂ. ഡോക്ടർ, ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ ഉണ്ട്, 300 ടോട്ടൽ കൊളസ്ട്രോൾ 300 ആണ്. ഇടയ്ക്ക് തലകറക്കം ഉണ്ടാകാറുണ്ട്. ഒന്നാമത് അതിന്റെ കൊളസ്ട്രോളിന്റെ ആണോ അതിന് വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഡോക്ടർ വിളിക്കുക. അല്ല, പല കാരണങ്ങളുണ്ട് തലകറക്കം ഉണ്ടാകുന്നതിന്. അതിൽ കൊളസ്ട്രോൾ ഒരു ഘടകമായി പ്രവർത്തിക്കുന്നത് ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡിന്റെ രക്തക്കൊഴലിന്റെ ഉള്ളിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കും ഈ കൊളസ്ട്രോൾ. അങ്ങനെയാകുമ്പോൾ ബ്രെയിനിന് ആവശ്യത്തിന് ബ്ലഡ് എത്താതെ വരുമ്പോൾ തലകറക്കം ഉണ്ടാകാം. അത് കൊളസ്ട്രോളിനോട് ബന്ധപ്പെട്ട് ചോദിച്ചതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. പക്ഷെ മറ്റനേകം കാരണങ്ങൾ അതിന് തലകറക്കത്തിനുണ്ട്. അതെല്ലാം നമ്മൾ നോക്കണം. കഴുത്തിലെ എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനം, നമ്മളെ ചില പ്രത്യേക പൊസിഷനിൽ നമ്മൾ തല പിടിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ദീർഘനേരം കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്ന ഒരാൾക്കും ദീർഘദൂരം വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കൊക്കെ തലകറക്കം വരാം. അതിന് കാരണം ഒരു പ്രത്യേക പൊസിഷനിൽ തന്നെ തല പിടിക്കുന്നത് കൊണ്ട് വരാം. അപ്പൊ ഇത്യാദി കാര്യങ്ങളൊന്നും നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും കൊളസ്ട്രോളിനോട് ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ കൊണ്ട് രക്തത്തിലുണ്ടാകുന്ന തടസ്സം ഇതിനൊരു കാരണമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മറ്റു കാരണങ്ങൾ നമ്മൾ ഹാർട്ടിന്റെ കംപ്ലൈന്റ് കൊണ്ടും കിഡ്നിയുടെ കംപ്ലൈന്റ് കൊണ്ടും രക്തക്കുറവ് കൊണ്ടും എല്ലാം നമുക്ക് തലകറക്കം വരാവുന്നതാണ്. നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ 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 മൈ ഡോക്ടർ ആണ്. ഇത് ആരാണ്? ഇത് ഞാൻ ബാലരാമപുരത്ത് നിന്ന് വിളിക്കുകയാണ്. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. കുഞ്ഞിന് 2011 ഡിസംബർ 23 ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം ബ്രെയിന് ഇഞ്ചറി പറ്റിയായിരുന്നു. അപ്പൊ കുഞ്ഞിനെ 3 CT സ്കാൻ ചെയ്തു. പിന്നെ ഇപ്പം 6 months കുഞ്ഞ് സ്കൂളിൽ പോയില്ല. പിന്നെ ഇപ്പൊ പോയി തുടങ്ങി. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് തലകറക്കമുണ്ട്, പിന്നെ നെഞ്ചുവേദന എന്ന് പറയുന്നു. എന്ത് പ്രായമുണ്ട് കുഞ്ഞിന്? കുഞ്ഞിന് ഇപ്പൊ 9 years ഉണ്ട്. 9 years. അപ്പോൾ 2 ട്രാഫിക് ആക്സിഡന്റ് ഇത് തലകറക്കത്തിന് ഒരു കാരണമാണ്. അപ്പോൾ ട്രാഫിക് ആക്സിഡന്റ് കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞവർക്ക് 2 രീതിയിൽ തലകറക്കം വരും. ഒന്ന്, ഒരു അപസ്മാര ലക്ഷണങ്ങൾ, ഫിറ്റ്സ് വരുന്ന ലക്ഷണങ്ങൾ. അത് കൂടാതെ മറ്റൊന്ന് ഈ മീനേഴ്സ് സിൻഡ്രോം പോലെ, അതായത് ചെവിടിൽ മൂളക്കം വന്ന് തല ഇറങ്ങി ഛർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന മറ്റൊരു ടൈപ്പ് തലകറക്കമുണ്ട്. ഇതിന് 2 തരത്തിലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത്. മറ്റത് ബ്രെയിനിൽ ഡാമേജ് ഉണ്ടായതുകൊണ്ട് അപസ്മാരം വരുന്ന രോഗികൾക്ക് അപസ്മാരം കൺട്രോൾ ചെയ്യുന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ തന്നെ ദീർഘകാലം അടിസ്ഥാനത്തിൽ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. കുറെ നാൾ കഴിയുമ്പോൾ ഇത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ ആക്സിഡന്റിന് പുറകെ ചെവിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഡാമേജ്, ഇന്നർ ഇയറിനോ ബ്രെയിൻ സ്റ്റെമ്മിനോ അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നെർവിനോ തകരാറുണ്ടാവുകയാണെങ്കിൽ
തലകറക്കം ഉണ്ടാവാം. അതിന് മറ്റൊരു രീതിയിൽ ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഏതായാലും അത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സർജറി നടത്തിയ ഡോക്ടർ തന്നെ ഈ തലകറക്കത്തിന്റെ കാരണം നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് തലകറക്കത്തിനുള്ള ഹോമിയോപ്പതി നൽകുന്ന ചികിത്സാ രീതികളെ കുറിച്ചാണ് ഇനി സംസാരിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട്. മൈ ഡോക്ടറിൽ ഒരു ഇടവേള.